ഒരിലകളിൽ പോലും പുഴുക്കളുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഈ പുഴുക്കളുടെ ആക്രമണം വളരെ കുറവായിട്ട് കാണുന്നു. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് ഹായ് ഫ്രണ്ട്സ്, സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എൻ്റെ പൂന്തോട്ടത്തിലെ പുഴു തിന്നാത്ത കുറേ ചെടികളെ പരിചയപ്പെടാം. ബിഗോണിയയിലെ വാക്സ് ബിഗോണിയ വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ് ഇവ. താരതമ്യേന തീർത്തും പരിചരണം കുറവുള്ളത്, അല്ലെങ്കിൽ വലിയ പരിചരണം ആവശ്യമില്ലാത്ത ഒരു വിഭാഗം ചെടികളാണ്. ഇതിന് ഈ പറഞ്ഞ വലിയ പ്രത്യേകതയുള്ള പോട്ടിംഗ് മിക്സോ അല്ലെ പ്രത്യേക വളവോ ഒന്നും ഇതിനാവശ്യമില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരിലകളിൽ പോലും പുഴുക്കളുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഒറ്റ ഇലകളിൽ പോലും പുഴുക്കളുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. എല്ലാ ഇലകളും നല്ല ഒരു പ്രത്യേക ഷൈനിങ് പ്രതലവുമായിട്ട് ഇവ ഇങ്ങനെ നിലനിൽക്കുക. ഇതുപോലെ തന്നെ ഈ വാക്സ് ബിഗോണിയ പോലെ തന്നെ 5-6 വെറൈറ്റി വാക്സ് ബിഗോണിയ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവയിലെല്ലാം തന്നെ ഏതാണ്ട് ഇതുപോലെ പുഴു കടിക്കാത്ത അല്ലെങ്കിൽ പുഴുക്കൾ തിന്നാത്ത ഇലകളോട് കൂടിയവയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. തന്നെയുമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പരിചരണവും ആവശ്യമില്ലാത്ത, ആരും അധികം ശ്രദ്ധിക്കാത്ത ഈ വിഭാഗത്തിൽപ്പെട്ട ചെടികളെ നമുക്കതുകൊണ്ട് ഒരു പുതിയ ഗാർഡൻ ആരംഭിക്കുന്നവർക്ക്, ഒരു പുതിയ ഉദ്യാനം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാനും വളർത്തിയെടുക്കാനും സാധിക്കുന്നവയാണ്. ഈ ചെടികൾ ഇപ്പോൾ ചട്ടിയിൽ നിന്ന് ഒരു സ്വല്പം ഉയർന്ന് പൊങ്ങിയതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇച്ചിരി കൂടുതൽ വളർന്നിട്ടുണ്ട്. ഇത് 2 തവണ ഞാൻ കട്ട് ചെയ്ത് വിട്ടതാണ്. അതിനുശേഷവും ഇവ ഉയർന്ന്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ തലകളെയെല്ലാം ഒടിച്ച് മാറ്റാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒടിച്ചാൽ നമുക്കതൊരു വേറൊരു നടീൽ വസ്തുവായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഒപ്പം ഇവ കുറച്ചുകൂടി ബുഷായിട്ട് ഈ ചട്ടി നിറച്ച് വളർന്നു വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അതേപോലെ തന്നെയുള്ള മറ്റൊരു ഇനം വാക്സ് ബിഗോണിയയാണിത്. ഇതിൻ്റെ പൂക്കൾക്ക് നമ്മൾ ഈ ആദ്യം കണ്ട പൂക്കളെ അപേക്ഷിച്ച് ഇവയുടെ പൂക്കൾക്ക് മൾട്ടി പെറ്റൽസാണ്, കട്ട ആയിട്ടാണ് ഇവയുടെ പൂക്കൾ ഉണ്ടാകുന്നത്. എങ്കിലും ഇവയുടെ ഇലയും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവയും നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രതലമാണ്. ഇവയിലും ഈ പുഴുക്കളുടെ ആക്രമണം വളരെ കുറവായിട്ട് കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാക്സ് ബിഗോണിയയിൽപ്പെട്ട വേറൊന്നാണ്. ഇവയുടെ ഇലകൾ നിങ്ങൾ നോക്കിക്കേ, ഇത് നല്ല ഗ്രീനാണ്. പക്ഷേ ഇവയുടെ ചുറ്റിനും ഒരു നല്ല റെഡ് ലൈനിങ് ഉണ്ട്. റെഡ് ലൈനിങ് വരുന്ന കാണാം. പക്ഷേ അവയുടെ പൂക്കൾ മൾട്ടിപെറ്റൽ അല്ലെങ്കിലും വളരെ വലിപ്പമുള്ളതും നല്ല ആകർഷണമുള്ളതുമാണ് ഇവ. അതുപോലെ തന്നെ അടുത്ത മറ്റൊരു ഇനമാണ് ഇത്, വൈറ്റ് പൂക്കളുണ്ടാകുന്ന ഈ ബിഗോണിയ. ഇത് ഒട്ടും ശ്രദ്ധിക്കാതെ എൻ്റെ ഗാർഡൻ്റെ ഒരു മൂലയിലിരുന്നതായത്. ഇപ്പോൾ ഞാൻ ഈ ബാക്കി ചെടികളിൽ പുഴുക്കൾ കടക്കാതെ വന്ന നോക്കിയപ്പോൾ ഇതിനും ഈ പറഞ്ഞ് ശരിയാണ്. ഒരു ഇലയിലൊക്കെ മറ്റും ചെറിയ തോതിൽ ഒന്ന് കടിച്ചിട്ടുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു പരിചരണവും വേണ്ട. പക്ഷേ ഇതിൻ്റെ പൂക്കൾ മഴ പെയ്ത് പൂക്കൾ പോയതാണ്. നല്ല വെള്ള കളറിലുള്ള നല്ല പൂക്കൾ നിറച്ചുണ്ടായിരുന്നത്. അവ മഴ കട്ടിയായിട്ടുള്ള തുള്ളി വീണ് നഷ്ടപ്പെട്ടു പോയതാണ്. ഇനി ഇവയുടെ എല്ലാം മുമ്പത്തെ പച്ചയിലയുടെ കളറല്ല, കുറച്ചുകൂടി വേറൊരു പ്രത്യേക ലൈറ്റ് ഗ്രീനാണ്. അവയുടെ പൂക്കൾ കണ്ടോ, അവയുടെ പൂക്കളും നല്ല മൾട്ടി പെറ്റൽസാണ്, നല്ല റെഡാണ്, നല്ല പ്യുവർ റെഡാണ്. ഇവയിലും ഈ പറഞ്ഞ പോലെ പുഴുക്കളുടെ ആക്രമണം തീർത്ത് കുറവായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുപോലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് ഈ ജമന്തി. ഇവയുടെ ഇലകളിലൊന്നും ഇതുപോലെ പുഴുക്കളുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. പുഴുക്കൾ തിന്നിട്ടേ ഇല്ല. ഈ നാടൻ ജമന്തിയാണിത്, നല്ല വയലറ്റ് കളറിലുള്ള നാടൻ ജമന്തി. അതിൻ്റെ 3-4-5 മൂട് എൻ്റെ കയ്യിലുണ്ട്. അവയൊന്നും ഇതുപോലെ പുഴുക്കൾ ആക്രമിക്കാത്ത ഒരു ചെടിയാണ്. എന്നാൽ കണ്ടില്ലേ, ഇവയ്ക്കൊന്നും ഈ കീടാക്രമണം വളരെ കുറവാണ്. ഇത് വെള്ള നാടൻ ജമന്തിയാണ്. ഇത് താരതമ്യേന അത്രയും വയലറ്റ് ജമന്തിയുടെ അത്രയും കീടാക്രമണം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ചെറിയ തോതിലൊക്കെ 1-2 ഇലയിലൊക്കെ പുഴു കടിച്ചിട്ടുണ്ട്, എങ്കിലും താരതമ്യേന കുറവാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ പ്രധാന കാരണം, ഞാൻ വളരെ ആഗ്രഹിച്ച് ഈ വർഷം വാങ്ങിച്ചു വെച്ച നാടൻ പെറ്റൂണിയയാണിത്. പെറ്റൂണിയ എനിക്ക് നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്നു, നല്ല വയലറ്റും വെള്ളയും ലൈറ്റ് പിങ്കൊക്കെ. പക്ഷേ എല്ലാം അന്യം നിന്ന് പോയതിന് ശേഷം ഞാൻ നട്ടുവെച്ച ബിഗോണിയ അല്ല പെറ്റൂണിയ, അതിൻ്റെ ഇലകൾ മുഴുവനും
പുഴുക്കൾ തിന്നു. എനിക്കൊന്നിനെയും കാണാൻ പറ്റുന്നില്ല. പക്ഷേ സാധാരണ ഞാൻ പുഴുക്കൾ തിന്നാൽ വന്ന ശ്രദ്ധയോടുകൂടി സന്ധ്യാസമയത്തോ രാവിലെയൊക്കെ ചട്ടിയിൽ നോക്കി അതുങ്ങളെ കൊല്ലുന്നതായിരുന്നു. പക്ഷേ എനിക്കിതിലൊന്നിനെയും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ചെടികൾ മുഴുവനും തിന്ന് തീർക്കുകയും ചെയ്തു. അതുപോലെ ഈ ബിഗോണിയ, കെയിൻ ബിഗോണിയായും പുഴുക്കൾ ധാരാളമായി തിന്ന് തീർത്തിരിക്കുന്നതായിട്ട് കാണാം. പുഴുക്കളോ ഒച്ചുകളോ ഒക്കെ ഇത് തിന്ന് തീർത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽ വന്നത് എന്തുകൊണ്ടായിരിക്കാം കുറേ ഇനം ചെടികളെ പുഴുക്കൾ ആക്രമിക്കാത്തത്, പുഴുക്കളോ മറ്റ് കീടങ്ങളും ആക്രമിക്കാത്തത്? ഒരുപക്ഷെ അവയുടെ ഇലയിലുള്ള എന്തെങ്കിലും പ്രത്യേകതരം കണ്ടൻ്റ് ആയിരിക്കും ഇതിൻ്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ നമ്മുടെ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക്, പ്രത്യേകിച്ച് ബയോടെക്നോളജി വിഭാഗത്തിന് ഈ ഇലകളിൽ കാണുന്ന ഈ പ്രത്യേകതയുള്ള ഈ ജീനുകളെ അല്ലെങ്കിൽ ഈ കണ്ടൻറ്റിനെ വേർതിരിക്കാനും അവ നമ്മുടെ ഭാവിയിൽ നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലയിൽ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലാകട്ടെ മറ്റ് കൃഷികൾക്കാകട്ടെ അവ ഉപയോഗിച്ച് ഈ കീടനിയന്ത്രണം സാധ്യമാക്കാനുള്ള അടിയന്തര നടപടി ചെയ്യാനായിട്ട് നമ്മുടെ ബയോടെക്നോളജി വിഭാഗത്തിന് കഴിയേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.